മോഹൻലാൽ ആരാധകരുടെ ഓരോ കാര്യങ്ങളെ അവർക്കറിയാം ഇനി മോഹൻലാലിന്റെ വരാൻ പോകുന്ന നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളുടെ പ്രതീക്ഷകൾ വാനോളമാണ്. അവരത് പങ്കുവെച്ചുകൊണ്ട് എത്താറുമുണ്ട്. എന്നാൽ ആന്റണി പെരുമ്പാവൂർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം അറിയിച്ചു. ആശീർവാദ് സിനിമാസിന്റെ 25ാം ആനിവേഴ്സറി സംഭവിക്കാൻ പോകുന്നു. 25th ആനിവേഴ്സറി ഗ്രാൻഡ് ഇവന്റ് സംഭവിക്കുന്നത് 25 ജാനുവരി 2025 അന്ന് ആശീർവാദ് സിനിമാസ് പ്രേക്ഷകർക്ക് വേണ്ടി ഗംഭീര അനൗൺസ്മെന്റുകൾ നടത്താൻ പോവുകയാണ്. ഏതാണ്ട് അപ്കമിംഗ് 5 സിനിമകളുടെ ലോഞ്ച് ആശീർവാദ് സിനിമാസ് നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ചില അനൗൺസ്മെന്റ് ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. 25th ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആശീർവാദ് എത്തുകയും ചെയ്തു. ആന്റണി പെരുമ്പാവൂറാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. അതിനുശേഷം വലിയ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അടുത്തിടെയാണ് മോഹൻലാൽ ചില വരാൻ പോകുന്ന സിനിമകളുടെ സൂചനകൾ നമുക്ക് നൽകിയത്. അതിൽ ജിത്തു മാധവന്റെയും കൂടാതെ ദൃശ്യം 3യുടെയും വരവിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാകാം എന്തൊക്കെ അനൗൺസ്മെന്റുകളാണ് അവർ നടത്താൻ പോകുന്നത്. മലയാളി പ്രേക്ഷകരെ ഒന്ന് പിടിച്ചുകുലുക്കാൻ ഗംഭീര ചില സംഭവങ്ങൾ മോഹൻലാലും അണിയറ പ്രവർത്തകരും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണ ഒന്നും മിസ്സാവത്തില്ല. ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ ആരാധകർക്ക് പോലും അറിയാം ഇനി വരാൻ പോകുന്ന മോഹൻലാലിന്റെ തിരഞ്ഞെടുപ്പുകളും മറ്റും നോക്കിക്കാണേണ്ടതാണ്. മലയാളി പ്രേക്ഷകരെ ത്രില്ലർ സിനിമകളുടെ പുതിയൊരു അനുഭവ തലത്തിലേക്ക് കൊണ്ടുപോയ ചിത്രമാണ് ദൃശ്യം. സിനിമയുടെ 2ാം ഭാഗത്തിന് ശേഷം 3ാം ഭാഗം എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ അപ്ഡേറ്റുകളോ ഒന്നും ഉണ്ടായില്ല. ദൃശ്യം 3 ഉറപ്പായും വരുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ ഇത് സംസാരിച്ചപ്പോൾ ദൃശ്യം എന്ന സീരീസ് സംഭവിച്ചതിനെ കുറിച്ച് തന്നെ പറയുകയാണ്. ഷൂട്ട് ചെയ്യുന്നതിന് 5 വർഷം മുമ്പ് സംവിധായകന്റെ കയ്യിലുള്ള തിരക്കഥയായിരുന്നു ദൃശ്യം. ഒരുപാട് പേരോട് തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അവർക്ക് ആ സിനിമ ബോധ്യപ്പെട്ടില്ല. ആന്റണിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, കേൾക്കാമോ എന്ന്. തിരക്കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവിശ്വസനീയമായ ഒന്നായിരുന്നു അത്. കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കിയ ഘടകം. 6 വർഷത്തിന് ശേഷം ദൃശ്യം 2 പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത്. പക്ഷേ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണമായി. കാരണം ലോകമെമ്പാടുമുള്ളവർ ചിത്രം കണ്ടു. അടുത്തിടെ ഗുജറാത്തിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടുത്തുകാരായ നിരവധി പേർ ദൃശ്യം കാരണം എന്നെ തിരിച്ചറിയുണ്ടായിരുന്നു. ദൃശ്യം 2വിന് ശേഷം മറ്റ് ഭാഷയിൽ പ്രേക്ഷകർ കൂടുതൽ മലയാളം സിനിമകൾ കാണാൻ തുടങ്ങി. മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്ന സിനിമയാണ് അത്. ദൃശ്യം 3 കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇപ്പോഴത്തെ ആന്റണി പെരുമ്പാവൂരും പറയുന്നു ആശീർവാദിന്റെ 25ാമത് ആനിവേഴ്സറി സെലിബ്രേഷൻ സംഭവിക്കാൻ പോകുന്നു. അന്ന് ചില സർപ്രൈസുകൾ ഉണ്ടാകും. ഈ അനൗൺസ്മെന്റുകളിൽ പ്രതീക്ഷകൾ നൽകുന്നത് മോഹൻലാലിന്റെ കൂട്ടത്തിൽ വരാൻ പോകുന്ന സംവിധായകരുടെ പേരുകളാണ്. അതിൽ തന്നെ ആശീർവാദിന്റെ നിർമ്മാണത്തിൽ വരാൻ പോകുന്ന സിനിമകളുടെ ഗംഭീരമായ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നതും. ഏതാണ്ട് 5 സിനിമകളുടെ അനൗൺസ്മെന്റ് ആശീർവാദ് സിനിമാസ് ആ ദിവസം നടത്തുമെന്ന് സൂചനകൾ വരുമ്പോൾ പ്രിയദർശൻ, അമൽ നീരദ്, ജിത്തു ജോസഫ്, അൻവർ റഷീദ് കൂടാതെ യുവ സംവിധായകരുള്ള കുറെ ആൾക്കാരുടെ ലിസ്റ്റുകൾ കേൾക്കുന്നുണ്ട്. ആരൊക്കെയാകും ആശീർവാദിന്റെ നിർമ്മാണത്തിൽ മോഹൻലാൽ സിനിമകൾ ചെയ്യാൻ വരുന്നത്? ഒപ്പം മോഹൻലാലിന്റെ മാത്രമായിരിക്കില്ല, പ്രണവും മോഹൻലാലിന്റെയും സിനിമകളുടെ പ്രഖ്യാപനങ്ങൾ കണ്ടേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിനുശേഷം വന്ന ചില സൂചനകൾ പറഞ്ഞു വെക്കുന്നതും. എന്തായാലും പ്രതീക്ഷിക്കാം ഗംഭീര ചില അനൗൺസ്മെന്റുകൾ വരാനായി തന്നെ. എന്തായാലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് തങ്ങളുടെ 33ാമത്തെ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അതാണ് ബ്രോസ് എന്ന ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ 33ാമത്തെ നിർമ്മാണമാണ് ബ്രോസ്. മലയാള സിനിമയ്ക്കും ആഗോള സിനിമയ്ക്കും ലാൽ സാറിന്റെ ഹൃദയംഗമമായ സമ്മാനമായും ആദരമായും നിൽക്കുന്ന ചിത്രം. ലാൽ സാറിന്റെ കാഴ്ചപ്പാട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാനുള്ള വിനീതവും അസാധാരണവുമായ ഒരു യാത്രയാണിത്. കഥ പറയാനുള്ള അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത അഭിനിവേശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്വപ്നം. ലാൽ സാറിന്റെ അചഞ്ചലമായ പിന്തുണയും എന്റെ ടീമിന്റെ അർപ്പണബോധവും എന്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സ്നേഹവും ഇല്ലാതെ ഈ നേട്ടം സാധ്യമാകുമായിരുന്നില്ല. ഈ യാത്രയിൽ ഞങ്ങളെ നയിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ദൈവത്തോട് അഗാധമായ നന്ദിയുള്ളവനാണ്. ഇന്നു മുതൽ 33 ദിവസങ്ങൾക്കുള്ളിൽ ആശീർവാദ് സിനിമാസ് ഒരു സുപ്രധാന നാഴികക്കല്ലിലെത്തും. അഭിമാനത്തിന്റെയും നന്ദിയുടെയും നിമിഷം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളോടും സ്നേഹത്തോടും കൂടി ഈ അവിശ്വസനീയമായ പൈതൃകത്തിന്റെ തിരക്കഥയിൽ ഞങ്ങൾ തുടരുന്നു.